ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായി കാണും. നമ്മൾ മീനിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫുഡ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഏഞ്ചൽ ഫിഷ് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പാരറ്റ് ഫിഷ് കുഞ്ഞുങ്ങൾക്കും ഇത് വെള്ളത്തിൽ കലർത്തിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പാരറ്റ് ഫിഷ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞു കപ്പിൽ ഇങ്ങനെ ആ ഫിഷ് ഫുഡ് എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്ന് അവരുടെ ആവശ്യത്തിന് കഴിച്ചിട്ട് പോകും. അടുത്തതായിട്ട് ഞാൻ ഏഞ്ചൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വീഡിയോ എടുത്തിട്ടില്ല, കാരണം എല്ലാ വീഡിയോയിലും ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് ഞാൻ മറന്നത് ഗൈസ്. അടുത്തതായിട്ട് ഇനി നമുക്ക് മെയിൻ ഫിഷ് പോയിന്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് മീനുകളെ ഇട്ടിരിക്കുന്നത്. ഇവിടെ വെറൈറ്റീസ് എന്ന് പറയാൻ ഗപ്പീസ് ഉണ്ട്, ഫൈറ്റേഴ്സ് ഉണ്ട്, ഏഞ്ചൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമുക്ക് അവർക്ക് കൂടി ഫുഡ് കൊടുക്കാം. ഇതിൽ കുറച്ച് ഗപ്പീസാണുള്ളത്. ഗപ്പീസും പിന്നെ പാരറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. 2 ജോഡി ഗപ്പീസ് മാത്രമേ അതിലുള്ളൂ, അതുപോലെ തന്നെ കുറച്ച് പാരറ്റ് ഫിഷ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡേ നമ്മൾ അതിലിടുന്നുള്ളൂ. ഇതിൽ വന്നിട്ട് ഏഞ്ചൽ കുഞ്ഞുങ്ങളാണ്, അത് ഇവിടെ തന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്, പക്ഷെ അതിന് വെറൈറ്റി ഫുഡ് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ളതെന്ന് വെച്ചാൽ പാരറ്റ് ഫിഷും അതുപോലെ തന്നെ ഫൈറ്ററുമാണ്. ഇതിവിടെ തന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്, ഫൈറ്ററിൻ്റെതും പാരറ്റ് ഫിഷിൻ്റെതും. പക്ഷേ ആള് നല്ല വലുതായിട്ടുണ്ട് എല്ലാവരും. ഇതും ഇവിടെ വളർന്ന ഏഞ്ചൽ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഈ ടെട്രാ ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫുഡാണ് കൊടുക്കുന്നത്. ഇത് റെഡ് കളറിലാണ് വരുന്നത്. ഇത് അവർക്ക് കളർ വരാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം നമുക്കത് അവർക്ക് കൊടുക്കാം. ഇതൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു വലിയ ഹാർഡ് വർക്കാണ് ഗൈസ്. രാവിലെ ഫുഡ് കൊടുക്കുന്നത് ചേട്ടനാണ്, അതുപോലെ തന്നെ ഞായറാഴ്ച ഇതിൻ്റെയൊക്കെ വാട്ടർ മാറ്റുന്നതും ഒക്കെ വലിയൊരു പണി തന്നെയാണ് ഗൈസ്. ഫുഡ് ഇടുമ്പോഴുള്ള ആ ഒരു സൗണ്ട് കേൾക്കാൻ വളരെയധികം ഭംഗിയാണ്, കാരണം എല്ലാവരും കൂടി വന്ന് നിൽക്കുമ്പോൾ ഗുളു 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 എന്നൊരു സൗണ്ട് കേൾക്കും. നല്ല ഭംഗിയാണ് അത് കേൾക്കാനും അവരുടെ ആ ഒരു സ്നേഹം കാണാനും. ഇതിൽ വന്നിട്ട് 2 ഫൈറ്ററേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഇട്ടേക്കുവാണെന്ന്. 2 എണ്ണം മാത്രമേ ഉള്ളൂ, അതായത് ഒരു ജോഡി. അതിന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് ശേഷം നമുക്കിനി ഫ്രണ്ടിൽ ഒരു ടാർപ്പ പോലെ ഒരു കുളം ചെയ്തിട്ടുണ്ട്. അതിൽ ക്യാറ്റ് ഫിഷ്, അതുപോലെ തന്നെ ഓസ്കാർ, കൂടാതെ 2-3 സിലോപ്പിയും അതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഇതിൽ കുറച്ച് ഏഞ്ചൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഇത് കിണറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ 4 ബേസണിൽ കുഞ്ഞു കുഞ്ഞു മീനുകളെ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വേഗം എടുത്തെടുത്ത് പോവുകയാണ് വീഡിയോ. അതുപോലെ തന്നെ ഈ ചെടികളാണ് നമ്മൾ വെട്ടി ഓരോ സ്ഥലത്തേക്ക് ടാങ്കിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ക്യാറ്റ് ഫിഷിനും അതുപോലെ തന്നെ ഓസ്കാറിനും ഒക്കെ ഫുഡ് കൊടുക്കാം. എന്നത്തെയും പോലെ ചേച്ചിയാണ് അവർക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നത്. ഈ കുഞ്ഞിപ്പുഴുവിനെ പോലെ തുള്ളിക്കളിക്കുന്ന ഫിഷിൻ്റെ പേരാണ് ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. ചേച്ചിയാണ് ഇവർക്കൊക്കെ എന്നും ആഹാരം ഇട്ട് കൊടുക്കുന്നത്, അതായത് ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ചേച്ചിക്ക് ഇവരിങ്ങനെ തുള്ളിക്കളിക്കുന്ന കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് മാർക്കെല്ലാം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിലുള്ള ആമ്പലൊക്കെ അവർ കുത്തിമറിച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ വീണ്ടും അതിലൊരു മുട്ട വന്നു. അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെയ്ക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. Okay, bye friends.